ഹായ് മക്കളെ, എടാ ഇന്നലെ ഞാൻ എന്നെ SSLCക്ക് പഠിപ്പിച്ച ഒരു ടീച്ചറെ കണ്ടേ. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ 10ാം ക്ലാസ് പഠിച്ച ഭയങ്കര മിടുക്കനായ ഒരു പയ്യൻ്റെ സംസാരം അതിലേക്ക് വന്നു. എൻ്റെ ടീച്ചർ ഇങ്ങനെ സങ്കടത്തോളം അടിപൊളിയും ഭയങ്കര വലിയ നിലയിലെത്തുന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ +2 ആ സ്കൂളിൽ പോയതോടുകൂടി എന്താണ്, അവൻ ആകെ ഉഴപ്പി വഴി തെറ്റിപ്പോയി. അവനിപ്പോൾ നാട്ടിലൊരു ചെറിയ ജോലിയൊക്കെ ആയിട്ട് ചെയ്യണം. അതായത് അവൻ്റെ ഒരു ക്യാപ്പബിലിറ്റിക്ക് അത്രയുള്ള നല്ല ജോലിയൊന്നും അല്ല എന്നാണ് എനിക്ക് പറഞ്ഞത് ടീച്ചർക്ക്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ +1 കുട്ടികളുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം വെച്ച് സങ്കടപ്പെട്ടു. അത് ശരിക്കും അവൻ ഉഴപ്പിയതായിരുന്നില്ല. അവൻ രക്ഷപ്പെടാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു റൈറ്റ് തിങ് അവന് കിട്ടിയില്ല അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ആ സ്റ്റേജിലുള്ളത്. SSLCക്ക് മോസ്റ്റ്ലി എന്തായിരിക്കും, ഫുൾ A+ ഉണ്ടാവും, അല്ലെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടാവും. +1 എത്തിയപ്പം ആകെ പകച്ചിരിക്കുകയാണ് അല്ലേ? ആൻഡ് പകച്ചിന് കുറേ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ടാവില്ല, അവനെ നമ്മളങ്ങോട്ട് വിടും. അങ്ങനെ വിട്ടുപോയതായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ടീച്ചറെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. കാരണം മിക്കവാറും നിങ്ങളെ കുടുംബത്തിലെ, നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? എന്ത് SSLC നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു, +1 എത്തിയപ്പോൾ ആകെ ഉഴപ്പി എന്നുള്ളത്. അടുത്തത് നിങ്ങളാവാതിരിക്കാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചാണ് അല്ലേ? സത്യമല്ലടാ, നിങ്ങൾക്ക് ആ ഒരു പേടി നിങ്ങൾക്ക് തോന്നില്ലേ? ഒന്നും ശരിയാവുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഡ്രോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഏറ്റവും ആദ്യം അവർക്കൊക്കെ പറ്റിയ കാര്യം എന്ന് പറയുന്നത്, അവരൊക്കെ SSLC പോലെ തന്നെയാണ് +1 എന്ന് വിചാരിച്ചത്. പക്ഷേ വളരെ ക്ലിയറാണ്, SSLCയും +1 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. SSLCയിലെ ട്രിഗ്നോമെട്രിയും +1 ട്രിഗ്നോമെട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. +1 ഫിസിക്സ് ടെക്സ്റ്റ് തുറന്നാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. കെമിസ്ട്രിയിൽ ആദ്യത്തെ പാഠം കണ്ടാൽ വ്യത്യാസം മനസ്സിലാവും. ആനിമൽ കിങ്ഡം ബയോളജിയിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും വ്യത്യാസം മനസ്സിലാവും അല്ലേ? വളരെ ക്ലിയർ അല്ലേ? എസ്പെഷ്യലി ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ഉണ്ടെങ്കിൽ കൂടി SSLCക്ക് നിങ്ങളെന്താ ചെയ്തതെന്നും ഞങ്ങളെന്താ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാലേ? അവസാനം നല്ല ലൈവ് ക്ലാസ്സസ് മാത്രം മതിയായിരുന്നു ഫുൾ A+ എത്താൻ. പക്ഷെ അതിപ്പോൾ പോരല്ലേ? അതായത് പഠിക്കുന്ന രീതി അടക്കം എന്താണ്, പഠിക്കുന്ന രീതി അടക്കം മാറണം. ബൈഹാർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള SSLCന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം +1 അല്ലേ? ശരിയല്ലേ? അപ്പം ആ ഒരു മാറ്റം നമ്മൾ ഉൾക്കൊണ്ടേണ്ട സമയമായി കഴിഞ്ഞു. കാരണം എന്താ, ജൂലൈയിലായിരിക്കും നിൽക്കുക. ജൂലൈ, ഓഗസ്റ്റ് 2 മാസമായി. ഓണപരീക്ഷ പല സ്കൂളുകളിൽ നടന്നു. ഇനി നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ എന്തായിരിക്കും, 3-4 വർഷം കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചും പറയും, SSLCയിൽ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വഴിതെറ്റിപ്പോയി. അപ്പം അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കട്ടെ. കാരണം ഇതിന് ഓരോന്നിനുള്ള സൊല്യൂഷൻ പറയുകയാണെങ്കിൽ ഇതൊരു അരമണിക്കൂറിലും തീരൂല. കാരണം എങ്ങനെ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ്. കൺസെപ്റ്റ് എങ്ങനെ ക്ലിയർ ആക്കണം, ഫിസിക്സ് എങ്ങനെ പഠിക്കണം, മാത്സ് എങ്ങനെ പഠിക്കണം, കെമിസ്ട്രിയിലെ ന്യൂമറിക്കൽ എങ്ങനെ പഠിക്കണം, ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറയാൻ പറഞ്ഞതാ. നിങ്ങൾ SSLC പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് വന്ന +1 2 പേജ് തീർക്കുന്നുണ്ട്. ഓക്കെ, ഈ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ +1 പഠിച്ചിട്ട് +2 4-5 ചാപ്റ്റർ ഉണ്ട് ഓർഗാനിക്, ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ലെവലിലുള്ളൊരു ട്രാപ്പിലാണ് നിങ്ങളുള്ളത്. അപ്പം ഓരോന്ന് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ കുറേ ചെയ്യാനുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം, യാസീൻ സർ ചെയ്തു തരാം, ബിലാൽ സർ ചെയ്തു തരാം. എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുതരും. പക്ഷേ അതിനൊക്കെ മുന്നേ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹാർവാർഡിൽ മുമ്പ് ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു. ഈ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഫുൾ A1 ഒക്കെ സ്കോർ ചെയ്യുന്ന, A+കളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുടെ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിച്ച് ആർ ദ സ്റ്റഡി ടെക്നിക്സ്, നിങ്ങളിങ്ങനെ ടോപ്പർ ആവാൻ എന്തൊക്കെ സ്റ്റഡി ടെക്നിക്കുകളാണ് നിങ്ങൾ ഫോളോ ചെയ്തതെന്നുള്ള ആ ഒറ്റ ക്വസ്റ്റ്യനാണ്. അപ്പം അവർ കുറേ ടെക്നിക്ക് ഉണ്ട്. അതിൽ ടോപ്പ് 5 ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. ആ ടോപ്പ് 5 തന്നെ എല്ലാ കുട്ടികളും 100% ഓഫ് സ്റ്റുഡൻസും ചെയ്ത 2 കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങൾ വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. അതാണ് അവരൊക്കെ പറയുന്നത്. അത് സിമ്പിൾ സാധനമല്ല, ഇത് സാറ് പറഞ്ഞു തരണമെന്ന് ചോദിക്കും, പക്ഷെ അതാണ് റിയാലിറ്റി. എടാ, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്താലും മാത്രം എന്ത് ചെയ്യാനുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എൻട്രൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. എന്നാലും എന്താണ്, ഒരു 2 to 3 hours ശരിക്കും നിങ്ങൾക്ക് വേണം ഇനി അങ്ങോട്ട് ഡെയിലി. നിങ്ങളെ കൊണ്ട് പറ്റടാ, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലെ അങ്ങ് ജീവിച്ചാൽ മതി എന്നാണെങ്കിൽ, അതായത് നിങ്ങളെ പാരൻസിനൊക്കെ ഇതേപോലത്തെ ഒരു ലൈഫ് മതി, ഇതേ വീട് മതി, ഇങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര റിച്ച് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ വെറുതെ എഫേർട്ട് ഒന്നും ഇടണ്ട, നിങ്ങൾക്ക് എന്ന് പാരൻസ് നിങ്ങൾ നോക്കിക്കോളും. ഇതേപോലെ പോയാൽ മതി എന്നാണ് നിങ്ങൾ 2 to 3 ഒന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ തന്നെ പോയാൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ലാത്ത ജോലിയൊക്കെ കിട്ടി അങ്ങനെ പോയിക്കോളും. പക്ഷേ ഞാനൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെങ്കിലും കുടുംബം രക്ഷപ്പെടണം, മാറണം, ജീവിത സാഹചര്യം മാറണം. 2 വർഷം എന്താണ് കഠിനമായിട്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബിലാൽ സർ എന്നെക്കാളും മോശം അവസ്ഥയിലായിരുന്നു, 32 വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലൊരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 24 മണിക്കൂറിലെ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾ സ്പെൻഡ് ചെയ്യും, ഡെയിലി സ്പെൻഡ് ചെയ്യണം.
ഓക്കെ. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊക്കെ മിസ്സാകുന്ന സാധനമാണ് ഫോക്കസ്. അതായത് ആ കുട്ടികളൊക്കെ പറയുന്നത് വെച്ചാൽ ഞാൻ ഈ പഠിക്കുന്ന ഈ സമയത്ത് എന്തായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ഒരു ഇലക്ട്രോണിക്സ് ഉപയോഗിക്കില്ല, വൈഫൈ കട്ട് ചെയ്യും, ഫോൺ ദൂരത്ത് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും DND-ലുണ്ടാവും, അതായത് ഡു നോട്ട് ഡിസ്റ്റർബ്, അത്യാവശ്യമുള്ള കോൾ വെച്ച് വേറൊന്നും വരില്ല എന്നുള്ള രീതിയിൽ ഫോക്കസ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞുതരും. സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ വന്നു 2 റീൽ കണ്ട് വീണ്ടും തിരിച്ചു വരും, അല്ല വാട്സപ്പ്, സ്നാപ്ചാറ്റ്, യൂട്യൂബ് റീൽ, ഫുട്ബോൾ കമൻറ്റ്, അതൊന്നും ഇല്ലാതെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചു തയ്യാറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഏത് സമയം 2 to 3 hours, 2 hours തുടങ്ങിയൊക്കെ വേണമെങ്കിൽ അത് എപ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക. വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. കാരണം ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ലേശം ഉൾപ്പുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ചാൽ എന്നുള്ള രീതിയിൽ ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇത് ചെയ്യൂല എന്നൊക്കെ ചിലപ്പോൾ വേറെ ഒരാളോട് ഞാൻ പറയും, വൈഫിനോടൊക്കെ ഇങ്ങനെ പറയും, അത് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് ഞാൻ ചെയ്യൂലാന്ന്. അപ്പോൾ ചെയ്യൂല എന്നുള്ളൊരു ത്വര വരും. ഓക്കെ. അതായത് രാത്രി 8 to 10 ഞാൻ പഠിക്കാനുള്ള സമയം. എന്ത് വന്നാലും പഠിത്തമല്ലാത്ത വേറൊരു കാര്യം ഞാൻ ചെയ്യൂല. അണ്ടിലല്ലാണല്ലോ അതൊരു കല്യാണം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെ വിരുന്ന് വരികയൊക്കെ അല്ലെങ്കിൽ പുറത്ത് പോകുന്നല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫോൺ നോക്കൂല എന്നുള്ള തീരുമാനിക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സമയത്ത് ഫോൺ DND-ഇല്ല. കാരണം നിങ്ങൾ മിക്കവാറും പഠിക്കുക യൂട്യൂബിൽ നിന്നല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കില്ല. യൂട്യൂബിൽ നിന്നൊക്കെ പഠിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. കോഴ്സ് വിൽക്കല ഒന്നും പരിപാടിയില്ല. ഫോൺ DND നിങ്ങൾ ഇതൊന്ന് ശീലിപ്പിച്ചോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും പറ്റില്ലേ, ഇന്ന് മുതൽ എന്ത് ചെയ്യുക, രാത്രി 8 to 10 ഫോൺ ദൂരെ വെച്ച് വെറുതെ ഇരുന്ന് നോക്ക്. ഒരു 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഒന്നും വെറുതെ ഇരിക്കുന്നതല്ല പഠിக்கலாம். സെറ്റായി കഴിഞ്ഞാൽ ഉറപ്പെങ്കിൽ ലൈഫിൽ രക്ഷപ്പെടും. അതായത് ഒരു കാര്യം കൂടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തട്ടോ, അത് ഇപ്പോഴത്തെ കാലത്ത് രക്ഷപ്പെടില്ല അത്ര എളുപ്പമൊന്നുമല്ല. അല്ല, നേരെ തിരിച്ചാ അത്ര ബുദ്ധിമുട്ടല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പം അവരെടുത്ത് നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടണ്ടടാ. പാരൻസ് ഒക്കെ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവില്ലേ, ഇനി ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എൻ്റെ അതാപൊക്കെ കഴിയുമല്ലോ, എൻ്റെ കഷ്ടപ്പാടൊക്കെ കഴിയും, മോൻ എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ എന്ത് ചെയ്യും അവർ കരുതുന്നുണ്ടാവും. സോ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത് വെച്ചാൽ ഡിസിഷൻ എടുക്കാൻ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ട് അവർ നന്നായിട്ടില്ലെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് നന്നാവാൻ പറ്റലുണ്ടാവില്ല. അവർക്ക് ഷെയർ ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. ബൈ.